കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. കൊട്ടാരം വീട്ടിലെ മരുമോള് നമ്മുടെ മോന്റെ ഭാര്യ മാത്രമല്ലല്ലോ ദാസേട്ടാ, ജന്മാന്തരോളം നമ്മുടെ വംശത്തിന്റെ പ്രകാശം പകർന്നു കൊടുക്കേണ്ടവളല്ലേ അവള്. മരുമോളുടെ കുടുംബത്തിൽ പണമില്ലെങ്കിലും സാരമില്ല, നമ്മുടെ ഒപ്പം സ്റ്റാറ്റസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. എന്നാൽ ഏത് ചോരയിൽ ഉണ്ടായതാണെന്ന് അറിയാത്തൊരു അനാഥയെ നമ്മുടെ മരുമകളാക്കാൻ പറ്റില്ല ദാസേട്ടാ, അതല്ലേ വംശാചാരം. ഈ ധർമ്മസങ്കടത്തിൽ എന്നെ തനിച്ചാക്കി ദാസേട്ടൻ ഇങ്ങനെ കിടക്കും. ദാസേട്ടന്റെ സ്ഥാനത്ത് നിന്ന് എന്ത് തീരുമാനം എടുക്കണമെന്ന് എനിക്കറിയില്ല. എന്റെ മോനെ ഇഷ്ടപ്പെട്ടെന്ന് കരുതി, ഞാൻ മരുമകളാക്കാന്ന് വാക്ക് കൊടുത്തെന്ന് കരുതി ഈ കല്യാണത്തിന് ഞാൻ സമ്മതിച്ച നമ്മുടെ ആചാരങ്ങൾക്ക് കോട്ടം തട്ടല്ലേ. നാളെ ദാസേട്ടന്റെ ബോധം തെളിയുമ്പോ നിന്റെ മോന്റെ സന്തോഷത്തിന് വേണ്ടി നമ്മുടെ വംശത്തെ മലിനമാക്കിയില്ലെന്ന് ചോദിച്ചാ ഞാൻ എന്തുത്തരം പറയും ദാസേട്ട? അതുകൊണ്ട് വ്യക്തിയുടെ സന്തോഷത്തെക്കാൾ വംശത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ദാസേട്ടന്റെ വാക്കുകളെ പിന്തുടർന്ന് ഞാനിപ്പോ ഒരു കാര്യം തീരുമാനിക്കുകയാണ്. ദാസേട്ടന് ആരോഗ്യത്തോടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയായിരിക്കും ചെയ്യാന്നുള്ള വിശ്വാസത്തോടു കൂടെ ഞാനിത് ചെയ്യുന്നത്. ഈ വിവാഹത്തിന് സാക്ഷാൽ ഭഗവാൻ അനുവാദം നൽകിയിരിക്കുന്നു. നിശ്ചയമായും വിവാഹം നടത്താവുന്നതാണ്. നാളെ രാവിലെ 9:30 മുഹൂർത്തത്തിൽ വിവാഹം നടത്തിയതിന് ശേഷം ദമ്പതി സമേതരായി ഹോമത്തിലിരിക്കാം. ദേവേട്ടനെ എന്നിൽ നിന്നും അകറ്റണേ രാമ എന്ന് ഞാൻ നിന്നോട് എത്ര തവണ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നിട്ടും നീ എന്നെ ദേവേട്ടനോട് അടുപ്പിക്കുകയായിരുന്നു. എന്റെ കണ്ണുനീര് കണ്ട് ആനന്ദിക്കുകയാണെന്ന് ഞാൻ പലവട്ടം ചോദിച്ചു. പക്ഷെ ഇതായിരുന്നു എന്റെ വിധി എന്നും നിന്റെ തീരുമാനമെന്നും ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. വൈദേഹി, എന്റെ കൂടെ വന്നേ. എവിടേക്കാ അമ്മേ? വാ പറയാം. ഇത് കണ്ടല്ലോ, ഈ ആഭരണങ്ങളെല്ലാം വജ്രങ്ങളും വൈഡൂര്യങ്ങളും മുത്തുകളും പവിഴങ്ങളും. ഇതൊക്കെ നിനക്ക് ഇഷ്ടപ്പെട്ട മോളെ? ഈ ആഭരണങ്ങളൊക്കെ എനിക്കെന്തിനാ അമ്മേ? ഇത് മാത്രമല്ല, ഇനി എന്താന്ന് വെച്ചാ നീ ചോദിച്ചോളൂ. എന്ത് ചോദിച്ചാലും ഞാൻ തരും. ദേവേട്ടന്റെ ആത്മാർത്ഥ സ്നേഹവും ഈ വീട്ടിലെ മരുമകൾ എന്ന സ്ഥാനവും അത് മാത്രം മതി അമ്മേ. അതിനേക്കാൾ കൂടുതൽ മറ്റൊന്നും എന്റെ മനസ്സിലില്ല. അത് വേണ്ട മോളെ, ആ ആഗ്രഹം മാത്രം ഇനി വേണ്ട. ഈ സ്വർണവും പണവും ആസ്തിയും എന്തു നിനക്ക് ഇവിടുന്ന് സ്വീകരിക്കാം. ഞാൻ സന്തോഷത്തോടെ തരും. പക്ഷേ ഈ വീട്ടിലെ മരുമകളാകണമെന്നുള്ള ആഗ്രഹം നീ കളഞ്ഞേക്ക്.
അതൊരിക്കലും നിനക്ക് കിട്ടില്ല. ചേട്ടന്റെ മകളോടൊപ്പം നഷ്ടപ്പെട്ടു പോയി ഈ വീടിന്റെ അന്തസ്സ് കൂടി തിരിച്ചു തരും. നിന്റെ മനസ്സിൽ എന്താണെന്ന് പറ മോളെ. എന്റെ മരുമോളാവാൻ ഇഷ്ടമാണോ? അതെന്താ? അതങ്ങനെയാ മോളെ. നിന്നെ മരുമകളാക്കിക്കൊന്ന് നിന്റെ അച്ഛൻ എന്നോട് പറഞ്ഞപ്പോ എന്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. നിന്നെ പോലെ നല്ല മനസ്സുള്ളൊരു കുട്ടി അടക്കൊതുക്കുള്ള മോളെയാണല്ലോ കിട്ടിയെന്നുള്ള സന്തോഷായിരുന്നു. മാത്രമല്ല എന്റെ മോന് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയും അത് മതിയെന്ന് കരുതി നിന്നെ മരുമകളാക്കാൻ രണ്ടാമതൊന്നും ഞാൻ ചിന്തിച്ചില്ല. പക്ഷേ കൊട്ടാരം വീട്ടിലെ മരുമകളാകേണ്ട കുട്ടിക്ക് ഈ പറഞ്ഞ നിന്റെ യോഗ്യതകൾ മാത്രം പോരല്ല മോളെ. കുലം, ഗോത്രം, വംശം, ഇത് മാത്രം മതി. മറ്റൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതിനു പകരം ഈ 3 യോഗ്യതകളും ഇല്ലാത്തൊരു അനാഥയെ ഇവിടുത്തെ മരുമകളാക്കാൻ പറ്റും. ശ്രേയ നിങ്ങളുടെ മരുമകളല്ല. കല്യാണം നടക്കുന്ന സമയത്ത് അവള് കല്യാണ മണ്ഡപത്തിൽ പോലും ഇല്ലായിരുന്നു. എന്താ ശേഖര ഈ പറയുന്നേ? സത്യമാണ്. നിങ്ങളുടെ ശരിക്കുള്ള മരുമകൾ ആരാണെന്നറിയാവോ? അദ്ദേഹം എന്റെ ഭർത്താവ്. ഇതെന്റെ കുടുംബം, എന്റെ വീടാണ് അച്ഛമ്മേ. അതിനവൻ താലി നിന്റെ കഴുത്തെ കെട്ടിട്ടുണ്ടല്ലോ, പിന്നെങ്ങനെയാ വീണ്ടും ഇവളുടെ കഴുത്തെ കെട്ടിക്കുക? ദേവൻ സ്നേഹിച്ച വൈദേഹി അനാഥയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ആർക്കുണ്ടായതാണെന്ന് പോലും അറിയാത്ത അനാഥ കൊട്ടാരത്തിലെ മരുമകളാകാൻ പാടില്ലെന്നുള്ളത് നമ്മുടെ വംശാചാരമാണ്. കൗസല്യ, കൗസല്യ, ദേവാ, ദേവാ,
ദേവാ വൈദേഹി വൈദേഹി ദേവാ കൗസല്യ 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 ദേവാ അമ്മേ, കേറി വാ മോനെ. എന്താ അമ്മേ? ആദ്യം നിന്നോടായിരുന്നു ഇക്കാര്യം പറയേണ്ടത്. പക്ഷേ മോളുടെ മനസ്സിലെ മോഹങ്ങൾ കൊടിയേറും മുമ്പ് അവളോട് കാര്യങ്ങൾ പറയുന്നതാണ് നല്ലതെന്ന് തോന്നി. ഈ കല്യാണം നടക്കാതിരിക്കുന്നതിനേക്കാൾ നീ വേദനിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ തന്നെയാണ് മോനെ ഒത്തിരി വേദനിക്കാൻ പോകുന്നത്. ഇത്രയും നല്ലൊരു മോളെ നമുക്ക് എവിടെ നിന്ന് കിട്ടാനാ? പക്ഷേ വേറെ വഴിയില്ല മോനെ. അമ്മ എന്തൊക്കെയാ പറയുന്നേ? വൈദേഹിയെ മാത്രം ഞാൻ സ്നേഹിച്ചതും കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചതും. പക്ഷെ അതെല്ലാം നടന്നേന്നറിഞ്ഞപ്പോ മുതല് ഈ നിമിഷം വരെ ഒരു ജീവശവം പോലെ ഞാൻ ജീവിച്ചത്. ഇന്നെനിക്ക് ആ നഷ്ടസ്വപ്നം തിരിച്ചു കിട്ടുമെന്ന് അറിഞ്ഞപ്പോഴാ എനിക്കെന്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. ആ ജീവൻ തിരിച്ചെടുക്കാൻ എങ്ങനെയാ എന്റെ അമ്മയ്ക്ക് കഴിയുന്നത്? മോനെ ദേവാ, വൈദേഹി ഇല്ലാത്ത ജീവിതം എനിക്ക് മരണത്തിന് തുല്യ അമ്മേ. അമ്മേ, ഇതിലും നല്ലൊരു മരുമകളെ കിട്ടില്ല എന്ന് അമ്മ അമ്മയുടെ വാഗോണ്ട് തന്നെയല്ലേ പറഞ്ഞത്? അതിനേക്കാളും വലുതാണ് അമ്മയ്ക്ക് കുലവും ഗോത്രവും വംശവും ഒക്കെ.
അന്ന് എനിക്ക് നേരെ വന്ന ആ കത്തിക്ക് മുന്നിലേക്ക് സ്വന്തം ജീവൻ പോലും നോക്കാതെ കേറി വന്ന് രക്ഷിച്ചവളാ. എന്നിട്ട് ഇന്ന് അതേ രക്തം നമ്മുടെ വംശോദ്ധാരണത്തിന് പ്രയോജനപ്പെടില്ല എന്ന് എങ്ങനെ പറയാൻ തോന്നി അമ്മേ? ഇതിനേക്കാളൊക്കെ ഉപരി അവൾക്കുള്ള വലിയ യോഗ്യത എന്താണെന്നറിയോ? എന്റെ മനസ്സിപ്പോ അവളുടെ കയ്യിലാ ഉള്ളതമ്മേ. അവൾക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ലെന്നാണെങ്കിൽ എനിക്കും അത് വേണ്ടമ്മേ. ദേവ, എന്താണത്? സത്യമാണമ്മേ. ഇത്രയും നാളും പറയാൻ പറ്റാത്തൊരു വേദനയായി ഇത് ഞാൻ മനസ്സിൽ കൊണ്ട് നടന്നു. ഇനി ജീവിതാവസാനം വരെ അങ്ങനെ സഹിക്കണമെന്നാണെങ്കിൽ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് എനിക്ക് നിൽക്കണമെന്നില്ല അമ്മേ. ഇനി പറ്റില്ല, നീ ഇവിടെ നിന്നേ പറ്റൂന്ന് നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ നിൽക്കാം. പക്ഷേ അതൊരിക്കലും അമ്മയുടെ മകനായിട്ടല്ല. ഒരു ജഡമായിട്ട് ഞാൻ നിന്നോളാം. കിടക്കയിലൊന്ന് അനങ്ങാൻ പോലും കഴിയാതെ കിടക്കുന്ന അച്ഛനും ആ ഒരു അവസ്ഥയില്ലാത്ത എനിക്കും പിന്നെ യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല. അരുത് മോനെ, അങ്ങനെയൊന്നും പറയല്ലേ. നിന്റെ അച്ഛന്റെയും നിന്റെ ഏട്ടന്റെയും അവസ്ഥ കണ്ടിട്ടും എന്തോ ഒരു ധൈര്യത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അത് നീയെങ്കിലും ഒന്ന് സന്തോഷിച്ച് കാണാൻ വേണ്ടി മാത്രം. അങ്ങനെയാണെങ്കിൽ എന്റെ സന്തോഷം ഇവിടെയുള്ളതമ്മേ. ഇവള് മാത്രം എന്റെ സന്തോഷം.